ഹലോ, വെൽക്കം ടു മൈ ചാനൽ സ്മാർട്ട് റൂം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഇതുപോലെ പോളിമർ ക്ലേ വെച്ചിട്ട് എങ്ങനെയാണ് മഗ്ഗാർട്ട് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്കിതിന് വേണ്ടത് ഒരു സെറാമിക് മഗ്ഗാണ്. ഇത് ഞാൻ വൈറ്റ് കളർ എടുത്തിരിക്കുന്നത്. വൈറ്റ് കളർ ആയിരിക്കും നല്ലത്. കളർ വേറെ ഉണ്ടെങ്കിൽ അത് കുഴപ്പമുള്ളൊന്നുമല്ല, അതനുസരിച്ച് ചെയ്താൽ മതി. പിന്നെ വേണ്ടത് പോളിമർ ക്ലേ ആണ്. അപ്പോൾ പോളിമർ ക്ലേ എന്താണെന്നുള്ള കാര്യം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വഴിയെ പറഞ്ഞുതരാം. പിന്നെ നമുക്ക് വേണ്ടത് ഇത് ചെയ്യാൻ വേണ്ടിയുള്ള കുറച്ച് ടൂൾസാണ്. ഈ ടൂൾസ് എൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ളത് കാരണം ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഉപയോഗിച്ചാൽ മതി, ഇല്ലെങ്കിൽ അത് കുഴപ്പമുള്ളതല്ല. പിന്നെ കുറച്ച് പെയിൻറ്റും ബ്രഷും ഒക്കെയാണ് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് നമ്മൾ ചെയ്യുന്ന ഏതാണോ നമ്മൾ ഏത് പിക്ചർ നോക്കിയാണ് നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ ഒരു ബോഡി നമുക്ക് ഫസ്റ്റ് ഉണ്ടാക്കണം. അപ്പം സ്കിൻ കളർ നമ്മൾ ആദ്യം സെലക്ട് ചെയ്യുക. സ്കിൻ കളർ സെലക്ട് ചെയ്തിട്ട് ആ കളർ നമുക്ക് ഈ പോളിമർ ക്ലേയിൽ മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു മഗ്ഗാർട്ട് എന്ന് പറയുന്നത് എൻ്റെ ഒരു ഫേവറേറ്റ് ആയ ഒരു ഐറ്റമാണ്. ഇപ്പോൾ ബോട്ടിലായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്, പക്ഷേ അതിനേക്കാളും കുറച്ചും കൂടി സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു ക്രാഫ്റ്റാണ് ഈ ഒരു മഗ്ഗാർട്ട്. അത് എന്നെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് അറിയാൻ പറ്റും ഞാൻ എത്രത്തോളം ഹാപ്പിയാണ് ആ ഒരു മഗ്ഗാർട്ട് ചെയ്യുമ്പോൾ എന്നുള്ള കാര്യം. അപ്പം അതിൽ കൂടെ ഒരുപാട് പേരെടുത്ത് ചോദിച്ച കുറച്ച് ഡൗട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ക്ലിയർ ചെയ്ത് തരാൻ പോകുന്നത്. അപ്പോൾ നമ്മളിതുപോലെ ഹെഡും ബാക്കി ബോഡി പാർട്സ് എല്ലാം ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ ഓരോന്ന് പറഞ്ഞു തരുന്നതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഞാൻ എങ്ങനെ ചെയ്യുന്നതെന്ന് കാണണം. പിന്നെ കോമൺ ആയിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് എങ്ങനെയാണ് ക്ലേ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്, പിന്നെ എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ആഫ്റ്റർ കെയർ, പിന്നെ പോളിമർ ക്ലേ നമുക്ക് എവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാവും. അതെല്ലാം ഞാൻ ഈ വീഡിയോയിലൂടെ ക്ലിയർ ചെയ്ത് തരുന്നത്. അപ്പോൾ നമ്മളെ ബോഡി പാർട്ട് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് അതിൻ്റെ വേണ്ട കോസ്റ്റ്യൂംസ് എല്ലാം റെഡിയാക്കണം. ഇതിൽ ഞാൻ പിങ്ക് കളറാണ് എടുക്കുന്നത്. പിങ്ക് കളർ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കളറാണ്. അപ്പം ഏഞ്ചലിൻ്റെ ഡ്രസ്സിന് ഞാൻ പിങ്ക് കളറാണ് ഞാൻ ഇന്ന് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് കൊടുക്കാം, പക്ഷെ ഞാൻ ഇതിൽ പിങ്ക് കളർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഷേപ്പും പിന്നെ അതിൻ്റെ അളവുകളെല്ലാം മെഷർമെൻ്റ് എല്ലാം നിങ്ങൾക്കൊരു ഐഡിയ വെച്ച് നിങ്ങൾക്ക് ചെയ്യണം. എക്സ്ട്രാ വരുന്ന പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് കളയാവുന്നതാണ്, അതുള്ളതൊന്നും പ്രശ്നമുള്ളതൊന്നുമല്ല. പക്ഷേ ഏകദേശം ഒരു അളവ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ആദ്യം ഒന്ന് ഇതുപോലത്തെ ഒരു സ്ട്രിപ്പ് ഉണ്ടാക്കിയെടുക്കണം. തിൻ ലെയറായിട്ട് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. പിന്നെ വരുന്ന ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുമ്പോൾ വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇതുപോലെ ഈ സൈഡിൽ ഇതുപോലെ ഇങ്ങനെ പൊങ്ങിക്കിടക്കും. അപ്പം നമുക്ക് ഒരു എന്തെങ്കിലും ടൂത്ത് പിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് ഇതുപോലെ ഉള്ളിക്കൊന്ന് ടക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമുക്ക് ആ ഒരു വൃത്തികേട് മാറിക്കിട്ടും. ഞാൻ ഇങ്ങനത്തെ ടൈപ്പ് മഗ്ഗാർട്ട് ആദ്യമായിട്ട് കാണുന്നത് പിൻട്രസ്റ്റിലാണ്. ഞാനിതുപോലെ പിൻട്രസ്റ്റ് ഒരുപാട് സെർച്ച് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഫസ്റ്റ് ഞാൻ കണ്ടത് പിൻട്രസ്റ്റിലാണ്. അപ്പം അന്നൊരുള്ള ആഗ്രഹമായിരുന്നു ഇതുപോലത്തെ മഗ്ഗ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത്. പക്ഷേ ഏകദേശം ഒരു വർഷത്തോളം എടുത്തു ഞാൻ ഇതിനെ പറ്റിയിട്ടുള്ള കറക്റ്റായിട്ട് എനിക്ക് ഇതിനെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ കിട്ടാനായിട്ട്. ഇതിൻ്റെ ക്ലേ എവിടെ നിന്ന് കിട്ടുന്നതെന്നുള്ള കാര്യം ഒരുപാട് പേരെടുത്ത് ചോദിച്ചിട്ടും എനിക്ക് ക്ലിയർ ആവാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. അങ്ങനെ ഞാൻ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പലതരം ക്ലേ വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ അതൊക്കെ ഫെയിലിയർ ആയിപ്പോയി. പിന്നെ ഞാൻ ചെയ്തത് ഉപകാർ ക്ലേ വെച്ചിട്ടായിരുന്നു, പക്ഷെ അത് അത്ര ഫെയിലിയർ ആയിരുന്നു. ഇതുപോലൊന്നും അല്ലായിരുന്നു എനിക്ക് അതിൻ്റെ ഒരു ഔട്ട്കം കിട്ടിയത്. അപ്പം ഞാൻ അത് വെച്ചിട്ട് പിന്നെ ഞാനത് പ്രിഫർ ചെയ്യില്ല ആർക്കും. മോൾഡിറ്റിൻ്റെ ക്ലേ നമുക്ക് ഈ ഇതിലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്രത്തോളം ഫിനിഷിങ് കിട്ടില്ല. പോളിമർ ക്ലേ വെച്ചിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കണം. നമ്മൾ ഇങ്ങനെയൊക്കെ ഓരോ സ്കേർട്ടും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഓരോ ആക്സസറീസ് ചെയ്യുമ്പം അത് ഒട്ടിപ്പിടിക്കില്ല. അപ്പം ഗമ്മ് വെച്ചിട്ട് ഒന്ന് ചെറിയൊരു ലൈറ്റായിട്ടൊന്ന് ഗം അപ്ലൈ ചെയ്തിട്ട് നമുക്കിതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അത് അതോടെ കറക്റ്റായിട്ട് നിന്നോളും. ഈ പോളിമർ ക്ലേ ഞാൻ പർച്ചേസ് ചെയ്യുന്നത് ആമസോണിൽ നിന്നാണ്. പലതരം ബ്രാൻഡ്സ് ഉണ്ട്, അതെല്ലാം ഞാൻ ഇതിൽ കാണിച്ചു തരാം. പക്ഷേ ഇപ്പം നമ്മളുടെ കറണ്ട് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് അത് അൺഅവൈലബിൾ ആണ് കാണിക്കുന്നത്. അപ്പം എന്തായാലും ഞാൻ ഇനി നമ്മൾ ഈ ഒരു പാൻഡമിക് കണ്ടീഷൻ മാറുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ പ്രൊഡക്റ്റ് അവൈലബിൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പം പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കത് വെച്ചിട്ട് പർച്ചേസ് ചെയ്യാം.
അപ്പം ഇപ്പോഴത്തെ ഒരു അൺഅവൈലബിലിറ്റി കാരണം ഞാൻ ഇപ്പം പോളിമർ ക്ലേ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഹോം മെയ്ഡായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതെന്നുള്ള കാര്യം ഞാൻ വേറൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ ഒരുപാട് പേർക്കുള്ള ഡൗട്ട് ഇനിയും ക്ലിയർ ആയിട്ടുണ്ടായിരിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പല ഡൗട്ടും ഇനിയും വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അതെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്. ഞാൻ ഇനിയും ഇതിൻ്റെ ട്യൂട്ടോറിയൽസ് ഞാൻ ചെയ്യാം. ഡൗട്ടുകളെല്ലാം കമൻറ്റ് ബോക്സിൽ കൂടെ അറിയിക്കണം. ഞാൻ അതെല്ലാം ക്ലിയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ഡൗട്ടും എൻ്റെ അടുത്ത് ഡയറക്റ്റ്ലി ചോദിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് വരുന്നൊരു ഡൗട്ടാണ് ഇത് എങ്ങനെ സ്റ്റോർ ചെയ്യുന്നതെന്നുള്ളത്. അത് ഞാൻ പറഞ്ഞു തരാം എങ്ങനെ സ്റ്റോർ ചെയ്യുന്നതെന്നുള്ള കാര്യം. ഇതിപ്പം ഓൾമോസ്റ്റ് അതിൻ്റെ ആക്സസറീസ്, അതായത് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് ഞാൻ വിങ്സ് ഞാനിതിൽ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അത് ആദ്യം ഞാൻ വിങ്സാണ് ഞാൻ ചെയ്യുന്നത്. കാര്യം പിന്നെയാണ് ഹെയറിലോട്ട് കിടക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിങ്സിൻ്റെ മേലെയാണ് ഹെയർ കിടക്കേണ്ടത്. അല്ലെങ്കിൽ നമുക്കതൊരിക്കലും ആ ഒരു ഭംഗി കിട്ടില്ല. ഹെയർ ബാക്കിലായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫിനിഷിങ് കിട്ടില്ല. ഞാനിപ്പോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ ആദ്യം വിങ്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് വിങ്സിൻ്റെ ഫെതേഴ്സിൻ്റെ എല്ലാം ഒരു രൂപം അതിലോട്ട് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നമുക്ക് ഇതുപോലത്തെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഗിഫ്റ്റുകൾ കൊടുക്കുമ്പം നമ്മളും ഹാപ്പിയാവും, അവരും ഹാപ്പിയാവും. അപ്പോൾ സ്പെഷ്യൽ ഒക്കേഷൻസിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റാണ് ഇങ്ങനത്തെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഐറ്റംസ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ആദ്യം കുറേ പ്രാവശ്യമൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പക്ഷെ കുറച്ച് ക്ഷമയും സമയവും ഉണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം വിങ്സാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് കിട്ടാൻ വേണ്ടി ഇതുപോലെ ഒരു ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും ഐറ്റം വെച്ച് നമുക്കിതുപോലെ വരച്ചു കൊടുക്കാം. നമ്മളിത് വീട്ടിൽ എടുത്തു വയ്ക്കുമ്പോഴൊക്കെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇതിൽ പെട്ടെന്ന് പൊടി പിടിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത് പൊടി പിടിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇതിൻ്റെ മേലെ വാർണിഷ് അടിച്ചിട്ട് വേണം സൂക്ഷിക്കാനായിട്ട്. പിന്നെ ഒരുപാട് കാലം സൂക്ഷിക്കണം എന്നുണ്ടെങ്കിലും ഇതുപോലെ വാർണിഷ് അടിച്ചാൽ കഴിഞ്ഞ് മാത്രമേ നമുക്കത് സൂക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വാർണിഷ് ഞാൻ ഏതാ യൂസ് ചെയ്തതെന്നുള്ള കാര്യം ഞാനിപ്പോൾ പിക്ചറിലിടാം. ഇത് നമുക്ക് ആമസോണിലും പിന്നെ ക്രാഫ്റ്റിൻ്റെ ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആണ്. അപ്പം ഇത് വെച്ചിട്ടാണ് ഞാൻ വാർണിഷ് അടിക്കുന്നത്. വാർണിഷ് അടിക്കുമ്പോൾ സൂക്ഷിക്കണം, കണ്ണിലോട്ടൊന്നും വരാണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. വീടിനകത്തൊന്നും വെച്ച് വാർണിഷ് ചെയ്യരുത്, പുറത്ത് പോയിട്ട് വേണം വാർണിഷ് ചെയ്യാണ്ട്. ഭയങ്കര ഒരു നമുക്ക് ഭയങ്കര സഫോക്കേഷൻ ഉണ്ടാക്കുന്ന ഒരു തരത്തിലുള്ളൊരു സ്മെല്ലാണ് ആ ഒരു വാർണിഷിന് വരുന്നത്. അപ്പം പുറത്തുനിന്ന് കുറച്ച് വിട്ടൊക്കെ പിടിച്ച് വേണം വാർണിഷ് അടിക്കാനായിട്ട്. കണ്ണിലോട്ടൊന്നും കുട്ടികളൊന്നും അടുത്ത് വയ്ക്കാണ്ട് കണ്ണിലോട്ടൊന്നും പെടാണ്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് നമ്മൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രോസസ്സിലോട്ട് കിടക്കുകയാണ്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഹാർട്ട് ഷേപ്പിന് പകരം നമ്മൾ ആർക്കെങ്കിലും വിഷസ് അറിയിക്കാനാണെങ്കിൽ വിഷസ് ഇതേപോലെ എഴുതാം. അല്ലെങ്കിൽ എന്താ പറയുക, ഇതുപോലത്തെ ഡീറ്റെയിലിംഗ് ഒക്കെ നമുക്ക് ഡോട്ടുകളോ അല്ലെങ്കിൽ ഇതുപോലെ ലവ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ കൊടുക്കാം. എൻ്റെ സോഷ്യൽ മീഡിയാസിലെല്ലാവരും നിങ്ങൾ ഒന്ന് ഫോളോ ചെയ്യണം. ഇങ്ങനത്തെ കുറച്ച് ക്രാഫ്റ്റുകളും കാര്യങ്ങളെല്ലാം ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം സോഷ്യൽ മീഡിയാസിൻ്റെ എല്ലാം ലിങ്ക് താഴെ ഇട്ടിട്ടുണ്ട്. എല്ലാത്തിലും ഒന്ന് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഒന്ന് ഫോളോ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. So thank you so much for watching my video, and don't forget to subscribe my channel, give me a big thumbs up. Bye bye.